മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനാണ് ഇന്ന് പഠിക്കുന്നത്. ഇപ്പോൾ 3 ടൈപ്പ് ഓഫ് ഡാറ്റ നമ്മൾ പഠിച്ചിട്ടുണ്ട്. റോ ഡാറ്റ, ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ. ഈ 3 ടൈപ്പിലും വന്നാലും എങ്ങനെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തെ കേസ് റോ ഡാറ്റ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഡാറ്റ. അപ്പം ഈ ക്വസ്റ്റ്യൻ നോക്കുക, ഇതിലൊരു സെറ്റ് ഓഫ് വാല്യൂസ് 7 വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. ഈ വാല്യൂസിൻ്റെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം ഈ ചോദ്യത്തിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് 7 എണ്ണമാണ്. 7 എന്ന് പറയുമ്പോൾ ഓഡ് നമ്പറാണ്. ഈ ഓഡ് നമ്പർ വരുന്ന കേസിൽ എങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. അപ്പം ആദ്യം ചെയ്യാനുള്ളത് തന്നിരിക്കുന്ന ഡാറ്റനെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അതായത് ചെറുതിൽ നിന്ന് വലിയ വാല്യൂയിലേക്ക് അല്ലെങ്കിൽ വലിയ വാല്യൂവിൽ നിന്ന് ചെറുതിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കുക. അപ്പോൾ തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിനെ ചെറുതിൽ നിന്ന് വലുതിലേക്ക് അറേഞ്ച് ചെയ്ത് വെച്ചു. ഇനി മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല n+1/2th ഐറ്റം എന്നാണ് പറയുന്നത്. n എന്ന് വെച്ചാൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. എത്ര ഒബ്സർവേഷൻ ഉണ്ട്? 7. 7ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ 8. 8/2 പറയുമ്പോൾ 4ാമത്തെ ഐറ്റം. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ചതിൽ 4ാമത്തെ ഐറ്റം ഏതാണോ അതാണ് മീഡിയൻ. അപ്പോൾ ഒന്ന് എണ്ണി നോക്കൂ. 4ാമത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ 7 ആണ് വരുന്നത്. ആ 7 ആണ് എന്ത്? മീഡിയൻ. ഇനി റോ ഡാറ്റയിലെ അടുത്ത കേസ് തന്നിരിക്കുന്ന ഒബ്സർവേഷൻസിൻ്റെ എണ്ണം ഇരട്ട സംഖ്യ ഈവൺ നമ്പർ ആണെങ്കിൽ എന്ത് ചെയ്യാം? അപ്പം നോക്കൂ, ഇവിടെ ഒരു ചോദ്യം എഴുതിയിട്ടുണ്ട്. ഈ ചോദ്യത്തിൽ എത്ര ഐറ്റംസ് ഉണ്ടെന്ന് നോക്കൂ. 8 എണ്ണമാണ്. 8 എന്ന് പറയുമ്പോൾ ഇരട്ട സംഖ്യ. നേരത്തെ പറഞ്ഞ പോലെ തന്നിരിക്കുന്ന ഡാറ്റിനെ അസെൻഡിങ്ങോ ഡിസെൻഡിങ്ങോ ഓർഡറിൽ എഴുതിയിട്ടു. അതിനുശേഷം n+1/2th ഐറ്റം കാൽക്കുലേറ്റ് ചെയ്തു. ഇപ്പം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 8+1/2 9/2 പറയുമ്പോൾ 4.5. അപ്പം സ്പെസിഫൈ ചെയ്തിട്ട് 4.5 ഇന്ന ഐറ്റം ആണെന്ന് പറയാൻ പറ്റാത്തത് കൊണ്ട് 4ാമത്തെ സ്ഥാനത്തുള്ള നമ്പർ പ്ലസ് 5ാമത്തെ സ്ഥാനത്തുള്ള നമ്പർ ഡിവൈഡഡ് ബൈ 2. അതാണ് അതിൻ്റെ പ്രൊസീജിയർ. 4ാമത്തെ സ്ഥാനത്തുള്ള നമ്പർ 5 ആണ്. 5ാമത്തെ സ്ഥാനത്തുള്ള നമ്പർ 7. 5+7 ഡിവൈഡഡ് ബൈ 2. അത് സോൾവ് ചെയ്യുമ്പോൾ ആൻസർ 6 ആണെന്ന് കിട്ടും. ആ 6 ആണ് ആ ഡാറ്റയുടെ മീഡിയൻ. ഇനി അടുത്തത് ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി വരുമ്പോൾ എങ്ങനെയാണ് മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു ക്വസ്റ്റ്യൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെയും നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് തന്നിരിക്കുന്ന എക്സ് വാല്യൂസിനെ ഡിസെൻഡിങ്ങോ അസെൻഡിങ്ങോ ഓർഡറിൽ അറേഞ്ച് ചെയ്യുക. അപ്പം ഈ തന്നിരിക്കുന്ന എക്സ് വാല്യൂസിനെ അസെൻഡിങ് ഓർഡറിൽ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോളം കൺസ്ട്രക്ട് ചെയ്യണു. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അപ്പൊ ഇതാണ് നമ്മളുടെ ഫ്രീക്വൻസി കേട്ടോ. നമ്പേഴ്സ് പറയുന്നതാണ് ഫ്രീക്വൻസി. അപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ ആദ്യത്തെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എത്രയാണ്? 3 തന്നെയാണ്. ആദ്യത്തെ വാല്യൂ അതുപോലെ എടുത്തെഴുതി. ഇനി അടുത്ത വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് ഇവ തമ്മിൽ സം ചെയ്യുക. അതായത് 3+10 രണ്ടും കൂടെ കൂട്ടുമ്പോൾ എത്ര കിട്ടും? 13 ആണ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. നെക്സ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടാൻ 3+10+30 3+10+30 മൂന്നും കൂടെ കൂട്ടുമ്പോൾ 3ഉം 10ഉം കൂടെ കൂട്ടിയിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് 13. അതിന്റെ കൂടെ 30 കൂടെ സം ചെയ്യുമ്പോൾ എത്ര കിട്ടും? 43. ദെൻ 40ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാൻ 3+10+30
ഇത് മൂന്നും കൂടെ കൂട്ടിയിട്ട് 43 ആണെന്ന് കിട്ടിയിട്ടുണ്ട്. അതിന്റെ കൂടെ ആരും കൂടെ സം ചെയ്യണം, 40 കൂടെ സം ചെയ്യണം. അപ്പൊ 43 പ്ലസ് 40 വിച്ച് ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 83 ആണെന്ന് കിട്ടി. ദെൻ 35ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടാൻ ഇതുവരെയുള്ള സമ്മ് 83 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആ 83യുടെ കൂടെ 35ഉം കൂടെ സം ചെയ്യുമ്പോ 118 ആണെന്ന് കിട്ടും. ദെൻ 10ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടാൻ ഇവിടെ മുതൽ 35 വരെയുള്ള സമ്മാണ് 118. അതിന്റെ കൂടെ 10ഉം കൂടെ സം ചെയ്യുമ്പോ 128 ആണെന്ന് കിട്ടും. ദെൻ 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടാൻ 128, ഇവിടെ മുതൽ 3 മുതൽ 10 വരെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 128 ആണ്. ഇതിന്റെ കൂടെ 7ഉം കൂടെ സം ചെയ്യുമ്പോൾ 135 ആണ് ആൻസർ എന്ന് കിട്ടും. ഈ 135 തന്നെയായിരിക്കും ഇവരെല്ലാവരും കൂടെ എന്നിന്റെ ടോട്ടൽ വാല്യൂ എടുത്തു കഴിഞ്ഞാലും എന്ത് തന്നെ കിട്ടും? നമുക്ക് 135 തന്നെ കിട്ടും. ഇനി ഡിസ്ക്രീറ്റ് ഫ്രീക്വൻസി ടൈപ്പിലുള്ള ഡാറ്റ കിട്ടിയാല് അതിന്റെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല പറയുന്നത് മീഡിയൻ ഈക്വൽ ടു n+1/2 എന്നാണ് പറയുന്നത്. അപ്പൊ n ഇവിടെ ക്യാപിറ്റൽ ലെറ്റർ n ആണ്, അത് ശ്രദ്ധിക്കണം. ക്യാപിറ്റൽ ലെറ്റർ n എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീക്വൻസിയുടെ സമ്മാണ് എന്ത്? ക്യാപിറ്റൽ ലെറ്റർ n. അപ്പൊ ഫ്രീക്വൻസി എല്ലാം കൂടെ സം ചെയ്തപ്പോ എത്ര കിട്ടി? 135 ആണ്. അപ്പൊ 135 പ്ലസ് 1/2. 135 പ്ലസ് 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാ? 136. 136/2 ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ 68 ആണ്. ഇനി ചെയ്യാനുള്ളത് ഇത് കിട്ടിക്കഴിഞ്ഞാല് 68 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് ലൈ ചെയ്യണത് നോക്കുക. ഇവിടെ 3 ഉള്ളൂ. 3നേക്കാളും കൂടുതൽ 4, 5, 6 എക്സെട്ര അപ് ടു 13 വരെയുള്ളത് ഈ സെക്കൻഡ് വണ്ണിലാണ് ഓക്യുപ്പൈ ചെയ്യുക. ദെൻ 13നേക്കാളും കൂടുതൽ അപ് ടു എവിടം വരെ? 43 വരെ. ഏത് നമ്പറിൽ ലൈ ചെയ്യണു? 40. ദെൻ 43നേക്കാളും കൂടുതൽ എവിടം വരെ? 83 വരെയുള്ളത് എവിടെയാ ലൈ ചെയ്യുക? ഈ 50 എന്നുള്ള വാല്യൂലാണ് ലൈ ചെയ്യുന്നത്. അപ്പൊ 43നേക്കാളും കൂടുതൽ 83 വരെ. അപ്പൊ 68 എവിടെ ലൈ ചെയ്യും നോക്കൂ? 43നേക്കാളും കൂടുതലാണ്, പക്ഷെ 83 എത്തിയിട്ടുമില്ല. അപ്പൊ 68 ബിലോങ് ചെയ്യുന്ന വാല്യൂ ഏതാണ്? ഈ 50 ആണ്. അപ്പൊ ഈ 50നെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞ് വിളിക്കാറ്? മീഡിയൻ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നത്. അപ്പൊ ഈ ഡിസ്ക്രീറ്റ് ടൈപ്പ് ഓഫ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക, n+1/2 കാൽക്കുലേറ്റ് ചെയ്യുക. n+1/2 കിട്ടുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണോ ലൈ ചെയ്യുന്നത്, ഓക്യുപ്പൈ ചെയ്യുന്നത്, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് വാല്യൂ ആണ് മീഡിയൻ. ഓക്കെ. ഇനി മൂന്നാമത്തെ കേസ്, കണ്ടിന്യൂസ് ഫ്രീക്വൻസി ഡിസ്ട്രിബ്യൂഷനിൽ മീഡിയൻ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇപ്പോൾ ഒരു പ്രോബ്ലം എഴുതി വെച്ചിട്ടുണ്ട്. തന്നിരിക്കുന്ന ഡാറ്റ കണ്ടിന്യൂസ് ടൈപ്പ് ആണെങ്കിൽ ആ ഡാറ്റയുടെ മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല മീഡിയൻ ഈക്വൽ ടു L+n/2 മൈനസ് m ഇൻറ്റു C ഡിവൈഡഡ് ബൈ F. ഇതാണ് ഫോർമുല. അപ്പോൾ ഓരോന്നും എന്തൊക്കെയാണ് എന്നുള്ളത് നോക്കാം. അതിനനുസരിച്ച് ബാക്കിയുള്ള കോളങ്ങളും കൺസ്ട്രക്ട് ചെയ്യാം കേട്ടോ. ഓരോന്നിനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എന്തൊക്കെ വേണോ അതിനനുസരിച്ച് ഉള്ള കോളങ്ങൾ കൺസ്ട്രക്ട് ചെയ്യാം. അപ്പോൾ ആദ്യം വേണ്ടത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം. ഇപ്പൊ കണ്ടിന്യൂസ് ടൈപ്പ് ഓഫ് ഡാറ്റ ആണെങ്കിൽ ഫസ്റ്റ് ചെയ്യാനുള്ളത് എന്താണ്? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പൊ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 15 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 15 തന്നെയാണ്. 49 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി
15ഉം 49ഉം കൂടെ കൂട്ടുക. 15ഉം 49ഉം കൂടെ സം ചെയ്യുമ്പോൾ എത്ര കിട്ടും? നമുക്ക് 64 ആണെന്ന് കിട്ടും. Then 37 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 15 പ്ലസ് 49 പ്ലസ് 37 മൂന്നും കൂടെ സം ചെയ്യുമ്പോൾ 101. Then 20ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 15 പ്ലസ് 49 പ്ലസ് 37 ഇവ മൂന്നും കൂടെ സം ചെയ്തിട്ട് നമ്മൾ 101 ആണെന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ ആരിനെയും കൂടെ സം ചെയ്താൽ മതി. 20 കൂടെ സം ചെയ്യുമ്പോൾ 121. Then ഈ 121ന്റെ കൂടെ 6ഉം കൂടെ സം ചെയ്യുമ്പോൾ നെക്സ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കിട്ടും 127. ഈ 127ന്റെ കൂടെ 1ഉം കൂടെ സം ചെയ്യുമ്പോൾ 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി 128. ഈ 128 തന്നെയാവും ഈ ഫ്രീക്വൻസി കോളത്തിന്റെ ടോട്ടൽ വാല്യൂ. ഓക്കെ, ഇനി മീഡിയൻ കാൽക്കുലേറ്റ് ചെയ്യുന്ന പ്രൊസീജിയറിലേക്ക് കടക്കണു. ആദ്യം ചെയ്യാനുള്ളത് n/2 കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ n/2 കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ എത്ര കിട്ടി? നമുക്ക് 128 കിട്ടി. ഈ 128നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇപ്പൊ വിച്ച് ഈസ് ഈക്വൽ ടു 64 ആണ് ആൻസർ എന്ന് കിട്ടി. ഈ 64 ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ എവിടെയാണ് ലൈ ചെയ്യുന്നത്? അതാണ് നമ്മുടെ മീഡിയം ക്ലാസ്. അപ്പൊ നോക്ക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയില് 64 ലൈ ചെയ്യുന്നത് ദേ ഇവിടെയാണ്. അപ്പൊ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് അല്ലെങ്കിൽ ഇതിനെ ടോട്ടലായിട്ട് എന്ത് ചെയ്യുക? ഇതാണ് നമ്മുടെ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്യുക. ഇനി 1-2 കാര്യങ്ങളും കൂടെ പറയട്ടെ. ഈ ടോട്ടല് ചെയ്തപ്പോൾ നിങ്ങൾക്ക് കിട്ടിയത് 130 ആണ് എന്ന് ഗസ് ചെയ്യും നിങ്ങൾ കേട്ടോ. ഈ ടോട്ടൽ ഫ്രീക്വൻസി സം ചെയ്തത് നിങ്ങൾക്ക് കിട്ടിയത് 130 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 130നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 130നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ആൻസർ എത്ര കിട്ടി? 65 ആണെന്ന് കിട്ടി. പക്ഷെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 64 എവിടെയുള്ളൂ. 65 എന്ന് പറഞ്ഞിട്ടൊരു നമ്പർ ഉണ്ടോ? ഇല്ല. അപ്പോ നിങ്ങള് പേടിക്കേണ്ട കാര്യേ ഇല്ല, അല്ലെങ്കിൽ കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യേ ഇല്ല. ഇങ്ങനെയാണ് അതിന്റെ കൺസെപ്റ്റ്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ നോക്കാനുള്ളത് ഇതാണ്. 64നേക്കാളും മുകളിൽ 101 വരെയുള്ള എല്ലാ നമ്പേഴ്സും ബിലോങ് ചെയ്യുന്ന ക്ലാസ് ഇതാണ്. ഓക്കെ, അപ്പൊ 65 എന്ന് പറഞ്ഞാല് 64നേക്കാളും മീതെ എവിടം വരെ? 101 വരെയുള്ള ഏത് നമ്പർ വന്നാലും ക്ലാസ് ഏതെടുക്കും? നിങ്ങൾ 20 to 30 എടുക്കും. ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പൊ പ്രൊസീഡ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് 64 ആണ്. അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയിൽ തന്നെ 64 കാണുന്നുണ്ട്. അതുകൊണ്ട് ബാക്കി കൺഫ്യൂഷൻ ഒന്നുമില്ല. അപ്പൊ ഇനി ഡയറക്റ്റ് ആയിട്ട് പ്രോബ്ലം ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇവിടെ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മീൻ ചെയ്യണത് നമ്മൾക്ക് കിട്ടിയ മീഡിയൻ ക്ലാസിന്റെ ലോവർ ബൗണ്ടിനെയാണ് എൽ എന്ന് പറയുക. അപ്പൊ നമുക്ക് കിട്ടിയ മീഡിയൻ ക്ലാസ് ഏതാണ്? 10 to 20 ആണ്. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 10 to 20 ആണ്. അതെങ്ങനെ എടുത്തതെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലെ? ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എവിടെയാണോ ലൈ ചെയ്യുന്നത് അതിന് നമ്മളൊരു ബോക്സിലാക്കിയിട്ട് ഇങ്ങനെ വെച്ചു. ഇതാണ് നമ്മളുടെ ക്ലാസ് വേർതിരിച്ചറിയാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന്റെ ലോവർ ബൗണ്ട് ഇതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ലോവർ ബൗണ്ട്. അപ്പൊ 10 ആണ്. എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടി? 10 ആണെന്ന് കിട്ടി. എടുക്കുന്ന ക്ലാസിന്റെ ലോവർ ബൗണ്ട് ആണ് എൽ. ഇനി n/2 നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ആരാ? എം. എം എന്ന് പറഞ്ഞാല് നമ്മൾ എടുത്തിരിക്കുന്ന മാർക്ക് ചെയ്തിരിക്കുന്ന ക്ലാസിന്റെ തൊട്ട് മേലെയുള്ള ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിനെയാണ് നമ്മൾ എം എന്നുള്ള പേരിൽ വിളിക്കുന്നത്. അപ്പൊ ഇവിടുത്തെ എം എന്ന് വെച്ചാൽ എത്രയാണ്? വാല്യൂ 15 ആണ്. എടുത്തിരിക്കുന്ന ക്ലാസിന്റെ തൊട്ട് മേലെയുള്ള വാല്യൂ.
ദെൻ ഇനി വേണ്ടത് സി ആണ്. സി എന്ന് പറഞ്ഞാല് നമ്മൾ എടുത്തിരിക്കുന്ന ക്ലാസിന്റെ ക്ലാസ് ഇന്റർവൽ ലെങ്ത് ആണ്. അപ്പൊ 10 മുതൽ 20 വരെ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഇടയിൽ എത്ര നമ്പേഴ്സ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഇൻക്ലൂഡിങ് 10, 11, 12, 13, 14 അങ്ങനെ ഉണ്ട്. അപ്പൊ എത്ര നമ്പേഴ്സ് ഉണ്ട് അതിന്റെ ഇടയിൽ? 10 നമ്പേഴ്സ്. ഇനി ഇത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? അപ്പർ ബൗണ്ട് മൈനസ് ലോവർ ബൗണ്ട് 20 മൈനസ് 10 ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ 10 കിട്ടും. അതാണ് നമ്മുടെ ക്ലാസ് ഇന്റർവെല്ലിന്റെ ലെങ്ത്. ഇനി വേണ്ടത് എഫ് ആണ്. എഫ് എന്ന് വെച്ചാൽ നമ്മൾ ഏത് ക്ലാസ് ആണോ സെലക്ട് ചെയ്തത് അതിന്റെ ഫ്രീക്വൻസി ആണ് എന്ത്? എഫ്. അപ്പൊ ഇവിടെ ഫ്രീക്വൻസി എത്രയാ? 49 ആണ്. ക്ലിയർ ആയി? രണ്ടാവും വിചാരിക്കണം. ഇനി മീഡിയൻ എന്നുള്ള ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. മീഡിയൻ ഈക്വൽ ടു എൽ എത്രയാ? 10 പ്ലസ് n/2 64 ആണ്, മൈനസ് എം 15 ഇൻറ്റു സി 10 ഡിവൈഡഡ് ബൈ എഫ് എത്രയാ? 49 വിച്ച് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 64ൽ നിന്ന് 15 മൈനസ് ചെയ്ത് കഴിഞ്ഞാല് കിട്ടുന്ന ആൻസർ 49 ഇൻറ്റു ആരുണ്ട്? 10 ഉണ്ട്, ഡിവൈഡഡ് ബൈ എത്ര? 49. നോക്കൂ, ഈ ഡിവിഷൻ 10ന് ബാധകമല്ല. 10 മാറ്റിയിട്ടാണ് ഡിവൈഡഡ് ബൈ എന്ന് എഴുതിയിരിക്കുന്നത്. ഇത് ശ്രദ്ധിക്കുക. വിച്ച് ഈസ് ഈക്വൽ ടു 10 പ്ലസ് 49 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 490 ഡിവൈഡഡ് ബൈ 49. 490നെ 49 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പൊ എത്ര ആൻസർ കിട്ടും? 10 ആണ് ആൻസർ കിട്ടും. അപ്പൊ 10 പ്ലസ് 10 വിച്ച് ഈസ് ഈക്വൽ ടു ആൻസർ എത്ര കിട്ടി? 20. അപ്പോഴ് തന്നിരിക്കുന്ന ഡാറ്റ കണ്ടിന്യൂസ് ടൈപ്പ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തു? മീഡിയൻ വാല്യൂ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. 20 ആണെന്ന ആൻസർ കിട്ടിക്കഴിഞ്ഞു. If you like the video, please subscribe and press the bell icon.